കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയെ വാഹനമിടിപ്പിച്ച് കോമയിലാക്കിയ കേസിൽ പ്രതി ഷെജിൽ പിടിയിൽ. കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് പിടിയിലായത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉണ്ടായ അപകടത്തിൽ കുട്ടിയുടെ മുത്തശ്ശി മരിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനൽക സെയ്ദ് MV ചേരുന്നു. അനൽക, ഇയാളെ എങ്ങനെയാണ് പിടികൂടിയത്? എപ്പോഴായിരുന്നു പിടികൂടിയത്? വിവരങ്ങൾ. കിട്ടിയതുകൊണ്ട് ഇനിയുള്ള നടപടികളെല്ലാം വേണ്ടെങ്കിലും നിയമപരമായിട്ടുള്ള ശിക്ഷ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ ഒരാൾക്കും ഇനി ഇതുപോലത്തെ ഒരു അനുഭവം വരാൻ പാടില്ല. എന്ന് വെച്ചാൽ സാധാരണ ശിക്ഷയല്ല അയാൾക്ക് കിട്ടേണ്ടത്. സാധാരണ വാഹന അപകടത്തിൽ ചെറിയ ശിക്ഷ, ജാമ്യം. പക്ഷെ അയാൾക്ക് അങ്ങനെയല്ല. അയാളൊരു ക്രിമിനലാണ്. ക്രിമിനൽ മൈൻഡുള്ള അയാളായതുകൊണ്ട് അയാൾക്ക് അതിനായ വരെയുള്ള ശിക്ഷ തന്നെ കിട്ടണം. ഇനിയും അയാൾ ഈ കോടതിയിൽ നിന്ന് വെറുതെ വിട്ടാൽ അയാൾ എന്നും ചെയ്യില്ല എന്നെന്ത് ഉറപ്പ്? അയാളെ മക്കൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ അയാൾ ഇങ്ങനെ തന്നെയാണ്. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഒരു ധനസഹായം എൻ്റെ മോൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സാമ്പത്തിക ശേഷി വളരെ കുറവ്. പറഞ്ഞതാണ് സഹായം ചെയ്തവർ അന്ന് ചാനലിൽ മോളെ കണ്ടിട്ടെല്ലാം പറഞ്ഞിന്. പക്ഷെ ഇന്ന് വരെ മന്ത്രിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ധനസഹായമോ ഇന്ന് വരെ ഒരാളോ വന്ന് മോളെ അന്വേഷിക്കുവാനോ മോളെ കാണുമെന്നൊന്നും വന്നിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനൽക സെയ്ദ് ചേരുകയാണ്. അനൽക, ഇയാളെ എങ്ങനെയാണ് പോലീസ് വലയിലാക്കിയത്? ഇയാളെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ വാർത്ത കൊടുത്തതാണ്. ഇയാൾ വിദേശത്തായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് പോലീസ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്? ഈ ഷെജിൽ, അതായത് ഈ വടകരയിൽ ഈ കുട്ടിയെ ദൃശാനെ വണ്ടി ഇടിച്ച് കടന്നു കളഞ്ഞ ശേഷം മാർച്ച് 14-ന്, അതായത് ഇത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 17-നാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം മാർച്ച് 14 ഷെജിൽ നാട് വിട്ടിരുന്നു. പിന്നീട് അതിനുശേഷം ഈ കഴിഞ്ഞ ഡിസംബറിലാണ് അതായത് ഷെജിലാണ് വാഹനം ഇടിച്ച് എന്നതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ഇതിനു ശേഷമാണ് ഈ പോലീസ് ഈ ഷെജിലെ നാട്ടിലെത്തിക്കാൻ എല്ലാ ശ്രമങ്ങളും തുടങ്ങിയിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ ഇറക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പുലർച്ചെ കോയമ്പത്തൂരിൽ വെച്ചിട്ട് ഈ ഷെജിലിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഷെജിലിനെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി വടകര പോലീസ് സംഘം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് പോലീസ് നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ കേട്ടിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഏകദേശം 1900 വാഹനങ്ങൾ, അതായത് ഈ ഷെജിൽ ഉപയോഗിച്ചിരുന്ന വാഹനവുമായി സാമ്യമുള്ള വാഹനങ്ങൾ അടക്കം പരിശോധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ഉണ്ടായിരുന്നത്. അത്തരമൊരു അന്വേഷണത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ അതായത് ഈ അന്വേഷണത്തിന്റെ മുന്നോട്ടേക്ക് പോകാനുള്ള തെളിവുകളൊന്നും തുടക്കത്തിൽ ലഭിച്ചിട്ടില്ലായിരുന്നു. പിന്നീടാണ് ഈ ക്രൈംബ്രാഞ്ച്, അതായത് ഈ റൂറൽ SP നേതൃത്വത്തിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയും DYSP VB ബെന്നിയുടെ നേതൃത്വത്തിൽ ഈ വടകരയും അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള വാഹനങ്ങളൊക്കെ തന്നെ, അതായത് വർക്ക്ഷോപ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പരിശോധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ഡിസംബറിൽ ഈ ഷെജിലാണ് ഈ കുട്ടിയെ ഇടിച്ചത് എന്ന് പോലീസ് കണ്ടെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വടകര ചേറൂരിൽ വെച്ചായിരുന്നു ഈ ആക്സിഡന്റ് ഉണ്ടായിരുന്നത്. ഈ സമീപപ്രദേശത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധിയായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഒക്കെ തന്നെ പരിശോധിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം കീഴടങ്ങാൻ തന്നെയായിരുന്നു ഷെജിൽ വിദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതെന്നായിരുന്നു നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ അപകട ശേഷം കുട്ടിയുടെ നില വേറെ ഗുരുതരമായിരുന്നു, കോമയിലായിരുന്നു. കൂടാതെ അന്ന് കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന മുത്തശ്ശി, 62 വയസ്സുള്ള മുത്തശ്ശി അന്ന് മരിക്കുകയുണ്ടായി. നിലവിൽ ദൃശാന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് ഈ ഷെജിലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയും അതോടൊപ്പം തന്നെ രേഖകൾ ചമച്ച് ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ, അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന കേസിലായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് കേസുള്ളത്. ഇൻഷുറൻസ് ക്ലെയിം കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് ഷെജിലിനെ പിടികൂടിയത്. അനൽക സെയ്ദ് MV വിവരങ്ങൾ പങ്കുവച്ചത്.